എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനെ എല്ലാവരും കൂടെ പിടിച്ച ശേഷം ആ പോലീസും ഡിറ്റക്റ്റീവും എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് ഈ സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഫോൺ കോൾ ചെയ്യാണ്. അതായത് അവിടെ വീഡിയോ കോൾ ചെയ്യാണ്. എന്നിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് പാരസൈറ്റ് എന്നൊക്കെ ബോസ് ലേഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡിറ്റക്റ്റീവ് പറയുന്നത് അവളെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, മുടി പിന്നി നോക്കിയായിരുന്നു, എന്നിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ മുടിയൊന്നും മാഞ്ഞു പോകുന്നില്ല. പിന്നെ ഒരു സാധാരണ മനുഷ്യനെ എന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചേക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ എന്ന്. ഡിറ്റക്റ്റീവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഡിറ്റക്റ്റീവ് സ്വന്തം മോളെ പോലെ കാണുന്ന ഒരു കുട്ടീനെയാണ് ഇവർ പിടിച്ചിങ്ങനെ വെച്ചേക്കുന്നത്, കൂട്ടിലാക്കിയിട്ടെ. എന്നാൽ ബോസ് ലേഡി ഇത് കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡി ഇതിനെ എതിർത്ത് പറയാണ്, ഞാനിത് കണ്ടതാണ്. എന്നാൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ അത് വന്നിട്ടില്ല. എന്നിട്ട് ആ ടെസ്റ്റ് റിപ്പോർട്ട് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരെ എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ടെസ്റ്റ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാണോ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ശരീരം എങ്ങനെയാണോ അത് കണക്ക് തന്നെയാണ് ഹീറോയിന്റെ ശരീരം. പക്ഷേ ബോസ് ലേഡി കണ്ടിട്ടുണ്ട്, അതായത് പാരസൈറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ പറയാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഹീറോയിനെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട്, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അവിടെ കൊണ്ടുചെല്ലാനായിട്ട്, ഹീറോയിനെ കൂടുതൽ പഠിക്കാനായിട്ട്. അതായത് എവളെ പഠിക്കാന്ന് വെച്ചാൽ എവളെ കീറിയായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനെ കീറി മുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇത് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ബഡ്ഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ അവിടെ കൊണ്ടുപോയ എന്തായാലും അവളെ കൊന്നു കളയുമെന്ന്. ഇത് മനസ്സിലാക്കിയതോടെ ഡിറ്റക്റ്റീവ് ആകെ ടെൻഷൻ അടിച്ച് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബോസ് ലേഡി ഉണ്ടല്ലോ, ബോസ് ലേഡി ഒരുമാതിരി പുച്ഛ ഭാവത്തില് ഡിറ്റക്റ്റീവിനെ നോക്കി കളിയാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. സ്വന്തം മോളെ പോലെ കാണുന്ന ഒരു കുട്ടീനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരാളോട് പെരുമാറുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും ബോസ് ലേഡി അങ്ങനെയാണ് പെരുമാറിയത്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിന്റെ ദേഹത്തൊക്കെ പാരസൈറ്റ് കയറിയതില്ലേ, അതുകൊണ്ട് തന്നെ പാരസൈറ്റിനോട് ഒരു ദേഷ്യമുണ്ട്. പിന്നെ ബോസ് ലേഡി വിചാരിച്ചിരിക്കുന്നത് ഹീറോയിന് കോൺഷ്യസ്നെസ് ഇല്ലെന്നാണ്. കാരണം പാരസൈറ്റ് കയറിയ എല്ലാവരും പാരസൈറ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ ഹീറോയിൻ അങ്ങനെയല്ല, അവൾക്ക് സ്വയമായ ഒരു ബോധമുണ്ട്. അത് ഈ ലേഡിക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിനെ ഒരു കണ്ടെയ്നറിനകത്ത് ആക്കിയൊക്കെയാണ് കേട്ടോ. ചുറ്റും കുറെ പെട്ടിയൊക്കെ വെച്ച് കവർ ചെയ്ത്, അതുപോലെ തന്നെ അവളുടെ ദേഹത്ത് സ്പെഷ്യൽ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. മറ്റേ ഹൺഡ്രഡ് ഡോഗിന് ഏത് ഡ്രസ്സാണോ ഇട്ടേക്കുന്നത് ആ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറെ പട്ടാളക്കാര് എവളെ നോക്കാനായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഹീറോയിൻ ഏതോ ഒരു മായാലോകത്ത് നിൽക്കുകയാണ്. അവിടെ തന്നെ അവളെ പോലെ ഇരിക്കുന്ന വേറൊരു ലേഡി ഉണ്ട്. എന്നാൽ പുകമയായിട്ടാണ് നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, അവളുടെ ഉള്ളിലുള്ള പാരസൈറ്റ് ആണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിരിക്കുന്നത് അവളുടെ സെൽഫ് കോൺഷ്യസ്നെസ്സിനകത്താണ്, അവളുടെ ഉൾബോധത്തിനകത്താണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അവിടെ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോയില്ലേ പറ്റത്തുള്ളൂ. എന്നാലേ രണ്ടുപേർക്കും സർവൈവ് ചെയ്യാൻ പറ്റൂ, അതായത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പാനിക് അറ്റാക്ക് വരുത്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് മറ്റേ പാരസൈറ്റ് ചോദിക്കുന്നുണ്ട്, അതായത് ഹൈഡി. എന്നിട്ട് ആ തല തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടതോടെ ഇവള് ഈ ബോധത്തിൽ പേടിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യാഘാതം പുറത്താണ് അനുഭവപ്പെടുന്നത്. അതായത് പുറത്ത് പട്ടാളക്കാർക്ക് ഇവളുടെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ചെറുതായിട്ട് ഹേർട്ട് റേറ്റ് കൂടുന്നുണ്ട്. 80 നേരെ 122 പോയിട്ടുണ്ട്. അതായത് നല്ലൊരു ഹൈ റേസ് ആണ്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ എത്ര പൊങ്ങി പോകുന്നു അത്രയും വന്നിട്ടുണ്ട്. എന്നാൽ ഇതവർ മൈൻഡ് ചെയ്യുന്നില്ല, ചെറിയൊരു പൊങ്ങലല്ലേ, അത് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. എന്തായാലും വീണ്ടും അവിടെ ഉത്ബോധത്തിൽ കാണിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഹൈഡി അത്ര മോശ വ്യക്തിയൊന്നുമല്ല, നല്ലൊരു വ്യക്തിയാണ്. എന്നാലും മറ്റുള്ളവരുടെ ദേഹത്ത് കയറി ജീവിക്കുന്ന ഒരു ജീവി. അങ്ങനെ ഉത്ബോധത്തിൽ ഹൈഡി ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ് ഹീറോയിന്. അതായത് അന്ന് ഹീറോയിനെ 10ാമത്തെ വയസ്സിൽ അച്ഛനെ ഉപദ്രവിച്ചില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ പോലീസുകാരെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരാണ് ഹീറോയിനെ പുറത്തു കൊണ്ടുവന്നത് അവളെ നോക്കാനായിട്ട്. അപ്പം ചുറ്റുമുള്ള നാട്ടുകാരെല്ലാവരും അവളെ ഒരുമാതിരിയാണ് നോക്കിയത്. സ്വന്തം അച്ഛനെ റിപ്പോർട്ട് ചെയ്ത് പോലീസുകാരനെ കൊണ്ട് പിടിപ്പിച്ച ഒരു കുട്ടിയായിട്ടാണ് എല്ലാവരും നോക്കുന്നത്. അതായത് ഇതിനെല്ലാം കാരണം ഹീറോയിൻ ആണോ എന്നുള്ള രീതിയിലാണ് നാട്ടുകാരെല്ലാവരും നോക്കുന്നത്. പക്ഷേ അവളുടെ അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടാണ് അവൾ പോലീസിനെ വിളിച്ച് പറഞ്ഞത്. ഈ ഒരു കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ട് കേട്ടോ. അവള് പറയുന്നുണ്ട്, എന്നെ ആർക്കും വേണ്ട, അമ്മയ്ക്ക് പോലും എന്നെ വേണ്ട, എല്ലാവരും എന്നെ ഒഴിവാക്കിയിട്ട് പോവുകയാണ്, ഞാൻ ദൈവത്തിന് പോലും വേണ്ടാതെ ജനിച്ചൊരു കുട്ടിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഉത്ബോധത്തിൽ നടക്കുമ്പോൾ പുറത്ത് നമ്മൾ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ഡിറ്റക്റ്റീവിന്റെ കൂട്ടാളികളായ പോലീസുകാർ വന്ന് പറയുന്നുണ്ട്, അതായത് ഹീറോന്റെ കാര്യം. ഹീറോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ ഡീറ്റെയിൽസ് എല്ലാം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അവനൊരു ഗ്യാങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുണ്ടയാണ്. അതുപോലെ തന്നെ ഇപ്പൊ 2 ഗ്യാങ് വാറിൽ ഒരു ഗ്യാങ്ങിനെ കൊല്ലാൻ പോയപ്പം, അല്ലെങ്കിൽ ഒരു ബോസിനെ കൊല്ലാൻ പോയപ്പം ആ ബോസും 2 ബോസും കൂടി ഇട്ട് പണി കൊടുത്ത് ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ 2 ബോസും അവനെ കൊല്ലാൻ നടക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പോലീസുകാർ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഡിറ്റക്റ്റീവാണ് ഹീറോനെ പിടിക്കാനായിട്ട് പോണത്. അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പോവാണ്. അതുപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അവിടെ പോയിട്ട് അവനെ പൊക്കണം. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോവാണ്. പോണതിന് മുമ്പ് ബാക്കിയുള്ള പോലീസുകാരോട്, അതായത് ഡിറ്റക്റ്റീവിന്റെ കൂട്ടരോട് പറയുന്നുണ്ട് ഈ കാര്യം ബോസ് ലേഡി അറിയാൻ പാടില്ല എന്ന്. ഇതും പറഞ്ഞിട്ടാണ് ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും ഹീറോ റെയിൽവേ സ്റ്റേഷനിലോ, സോറി ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ അല്ല, ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ, ബസ് സ്റ്റാൻഡ് ആണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് വായിൽ വന്നു എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യണം. അല്ല വേണ്ട, നിങ്ങൾ ഇത് ഓർത്താൽ മതി, ബസ് സ്റ്റാൻഡ് ആണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് അവൻ ഫോണിൽ സെർച്ച് ചെയ്യാണ്, അതായത് ഈ പാരസൈറ്റിനെ പറ്റി ഇന്റർനെറ്റിൽ വന്നിട്ടുണ്ടോന്ന്. എന്നാൽ ഇതിനെ പറ്റിയൊന്നും ഇന്റർനെറ്റിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫോണൊക്കെ മാറ്റി വെച്ച് ബസ്സിൽ ചെന്ന് കയറുകയാണ്. ബസ്സിൽ ചെന്ന് ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം ആ ബസ്സിലോട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് കയറി വരികയാണ്. ഇവനെ വിലങ്ങ് വയ്ക്കുകയാണ്. ഇവനെ ഇറങ്ങി ഓടാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റിയില്ല, ഇവനെ വിലങ്ങ് വയ്ക്കുകയാണ്. ഇതിനുശേഷം ഡിറ്റക്റ്റീവ്
ഡിറ്റക്റ്റീവ് അവനെ പിടിച്ചോണ്ട് വന്ന് കാറിൽ കയറ്റുകയാണ്. കാറിൽ കയറ്റുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ താല്പര്യമില്ല, അവിടെ മൊത്തം പാരസൈറ്റ് എന്നാണ്. എന്നാൽ ഡിറ്റക്റ്റീവ് മറുപടി പറയുന്നത് അവിടെ പാരസൈറ്റ് ഒന്നുമില്ല, എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. ഇവൻ വിചാരിക്കുന്നത് മറ്റേ ബഡ്ഡി പാരസൈറ്റ് ആയതുകൊണ്ടാണ് 100 ഡോഗിനെ കൊന്നതെന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന് ഡൗട്ട് അടിച്ചിട്ട് ഫോണിലുള്ള ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആണോ പാരസൈറ്റ് എന്ന്. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് ബഡ്ഡിനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കണ്ടതോടെ ഡിറ്റക്റ്റീവിന് വിശ്വസിക്കണമെന്നുണ്ട്, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്തായാലും ഡിറ്റക്റ്റീവ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ നേരെ ബഡ്ഡി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു സോൾജറിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയിനെ എപ്പോഴെങ്ങാണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് കൊണ്ടുപോകത്തില്ലേ, ആ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആരും കാണാതെ ഫോൺ എടുത്ത് പാസ്റ്ററിനെ വിളിക്കുകയാണ്, പാരസൈറ്റ് പാസ്റ്ററിനെ. എന്നിട്ട് അങ്ങേരോട് പറയാണ് രാത്രിയാണ് ബസ്സിൽ കൊണ്ടുപോകുന്നത്, എങ്ങനെയൊക്കെ തടുക്കണമെന്ന്, അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാരസൈറ്റ് പറയാണ് ഉണ്ട്, ഞങ്ങൾ രാത്രി നോക്കിക്കോളാം, ഇതെല്ലാം ഇതിന്റെ തുടക്കമാണ്. ഇതും പറഞ്ഞിട്ട് തൊട്ടടുത്ത് കിടന്ന ഒരു സ്പ്രേ പെയിന്റ് എടുക്കുകയാണ് പാരസൈറ്റ്, പാസ്റ്റർ പാരസൈറ്റ്. എന്നിട്ട് പുറത്ത് വന്നിട്ട് അവര് ഒളിത്താവളമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ ഷെഡില്ലേ അതിന്റെ പുറത്ത് ഈ സിമ്പൽ വരച്ചു വയ്ക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു ഒഫീഷ്യൽ സിമ്പലാണ് കേട്ടോ ഈ പാരസൈറ്റിന്റെ. എന്തായാലും ഇതിനുശേഷം ഹീറോയിന്റെ ഉത്ബോധമാണ് കാണിക്കുന്നത്. ഹീറോയിനും നമ്മുടെ ഹൈഡി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ആ നേരം ഹീറോയിൻ കാണുന്ന ഫ്ലാഷ് ബാക്ക് എന്താന്ന് വെച്ചാൽ ഹീറോയിന്റെ അമ്മ ഒരു ദിവസം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, 2ാം കെട്ടാണ് കേട്ടോ. അതിൽ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി. അങ്ങനെ ഭർത്താവിനെയും ആ ആൺകുട്ടീനെയും കാറി കേട്ടിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോയിൻ കുട്ടിക്കാലത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് ആ ലേഡി കാണുന്നുണ്ട്, അതായത് ആ അമ്മ വന്നിട്ട് ഹീറോയിന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ് നീ ഇനി ഇവിടെ വരാൻ പാടില്ല എന്ന്. അതായത് കുറച്ച് പൈസ കൊടുത്തിട്ട് അമ്മയെ കാണാൻ വന്നപ്പം അങ്ങനെ ഒരു പെരുമാറി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം അവൾ കാണുന്നുണ്ട്. അതായത് ഹൈഡി അവളുടെ ഉത്ബോധത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം അവളുടെ വിഷമങ്ങളാണ് കേട്ടോ. ഇത് കണ്ടതോടെ അവൾക്ക് ആകെ വിഷമമാണ്. അവൾ വീണ്ടും പറയാണ് എന്നെ ആർക്കും വേണ്ട, സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ വേണ്ടെന്ന്. എന്നാൽ പാരസൈറ്റ് പറയുന്നത്, അതായത് ഹൈഡി പറയുന്നത് നിന്റെ അമ്മയുടെ ഓർമ്മകളിലെല്ലാം മോശപ്പെട്ട ഓർമ്മകളാണ്, നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ ഉപദ്രവിക്കായിരുന്നു, ആ സമയത്തുണ്ടായ കുട്ടിയാണ്, അതുകൊണ്ടാണ് നിന്നോട് ഇത്ര വെറുപ്പെന്ന്. അങ്ങനെ പാരസൈറ്റ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ഇതെല്ലാം ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് രണ്ട് വ്യത്യസ്തമാണ് കേട്ടോ അവർ ചിന്തിക്കുന്നത്. ഹീറോയിൻ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ പാരസൈറ്റ് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം ഹീറോയിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്താന്ന് വെച്ചാൽ, അതായത് ഉപദ്രവിക്കുന്ന ഒരാളുടെ മോളല്ലേ, അതുകൊണ്ടാണ് അത് എന്താ പറയാ ബുദ്ധിപരമായിട്ട് ഹൈഡി ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുറത്ത് ഡിറ്റക്റ്റീവ് ഹീറോനെയും കൊണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ കാർ ഒതുക്കിയിട്ട് ഇവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതായത് ഇവൻ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഹീറോയിന്റെ ദേഹത്ത് പാരസൈറ്റ് കയറിയിട്ടുണ്ട്. എന്നാൽ അവള് പകുതി മനുഷ്യനും പകുതി പാരസൈറ്റ് ആണ്. പാരസൈറ്റിന് കുറച്ച് നേരെ പുറത്ത് നിൽക്കാൻ പറ്റൂ, എന്നാൽ കൂടുതൽ ടൈം ഹീറോയിൻ ആയിരിക്കും പുറത്ത് കൂടുതൽ നിൽക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവള് സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ പോലാണ് ചിന്തിക്കുന്നത്. അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ പാരസൈറ്റ് അവളുടെ ഉള്ളിലുണ്ടെന്ന്. അതായത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പം ആ പാരസൈറ്റ് പുറത്ത് വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തും. ഇത് അവൻ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഡിറ്റക്റ്റീവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും ഡിറ്റക്റ്റീവ് ചിന്തിക്കുന്നത് അവള് സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്. അതുപോലെ തന്നെ അവൾക്ക് പ്രശ്നം വരുമ്പോഴല്ലേ ആ പാരസൈറ്റ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണപ്പെട്ട ഒരു പെൺകുട്ടീനെ കീറി മുറിച്ച് പഠിക്കാൻ പാടില്ല എന്ന് ഡിറ്റക്റ്റീവ് മനസ്സിൽ ചിന്തിച്ചിട്ട് അവന്റെ ആ കയ്യിലിട്ടേക്കുന്ന ബലം അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ് നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്നെ സഹായിക്കാം ഹീറോയിനെ രക്ഷപ്പെടുത്താനായിട്ട്. പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം ഡിറ്റക്റ്റീവ് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാണ് നീ മറന്നുപോയോ, നീ കൂടെ നിന്ന് നിന്റെ ഗ്യാങ് നിന്നെ ചതിച്ച്, അതുപോലെ നിന്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ച്, നിന്റെ സിസ്റ്ററും നിന്റെ അനിയത്തിയും എല്ലാവരും നിന്നെ വിട്ടുപോയി, എല്ലാം ഈ പാരസൈറ്റ് ആണ് കാരണം. ഇതെല്ലാം നിനക്ക് വിട്ടുകൊടുക്കണോ, അതോ ഇതിനെല്ലാം പ്രതികാരം ചെയ്ത് ഹീറോയിനെ രക്ഷിച്ച് എന്റെ കൂടെ നിൽക്കണോ? കുറച്ചു നേരം അവൻ അങ്ങോട്ട് നടന്നിട്ട് അവന്റെ എന്താ പറയാ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ആരും ഇല്ലാത്ത സമയത്ത് ഹീറോയിനാണ് അവന്റെ കൂടെ നിന്നിട്ടുള്ളതും അവനെ രക്ഷിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അവന്റെ മനസാക്ഷി സമ്മതിക്കാതെ തിരിച്ചു വന്ന് കാറിൽ കയറാണ്. ഡിറ്റക്റ്റീവിന് അറിയായിരുന്നു അവനൊരു നല്ല പയ്യനാ തിരിച്ചു വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ രക്ഷിക്കാൻ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രിയാണ് ഹീറോയിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. എന്തായാലും അവരുടെ പ്ലാൻ പ്രകാരം രാത്രി അവർ രണ്ടുപേരും അവിടെ വന്നിട്ടുണ്ട്. പ്ലാൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഹീറോ ഒരു തൊപ്പിയൊക്കെ ധരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. എന്നാൽ അവന്റെ കയ്യിൽ ഒരു ആക്സസ് കാർഡ് ഡിറ്റക്റ്റീവ് കൊടുക്കും. അത് ഉപയോഗിച്ചിട്ട് അവിടുത്തെ റൂമിൽ കയറണം. ആ റൂമിൽ കയറുമ്പോൾ ചിലപ്പം അവിടെ പോലീസുകാർ കാണും. ചുമ്മാ പോലീസുകാരല്ല, ഫിറ്റായിട്ടുള്ള നല്ല ജിമ്മന്മാരായിട്ടുള്ള പോലീസുകാരും. അവരുമായിട്ട് ഏറ്റുമുട്ടണം. ഇനി അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റിയില്ലെങ്കിൽ നിനക്കൊരു പെപ്പർ സ്പ്രേ തരാം, അത് കൊണ്ടുവന്ന് അവരുടെ മുഖത്തടിച്ച് രക്ഷപ്പെടണം. അങ്ങനെ പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അവിടുത്തെ പോലീസിനെ അടിച്ച് ബോധം കെടുത്താണ് അവിടുത്തെ സ്പെഷ്യൽ ഫോഴ്സിന്റെ യൂണിഫോം എടുത്തിട്ട് അതുവഴി നടന്നു പോവാണ്. നേരെ ചെല്ലുന്നത് കണ്ടെയ്നറിന്റെ അവിടെയാണ്. അവന്റെ മണ്ടയിൽ തന്നെ ഡിറ്റക്റ്റീവ് നിൽപ്പുണ്ട്. ഡിറ്റക്റ്റീവിന് ഹായ് കാണിക്കുന്നുണ്ട്. ഇതുവരെ നടന്ന എല്ലാ പ്ലാനും സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് ഒരു സോൾജറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല. ആ സോൾജറിന് വിശക്കുന്നതുകൊണ്ട് കഴിക്കാൻ പോവാണ്. അപ്പൊ എന്താ ഫുഡ് എന്നൊക്കെ ചോദിച്ചിട്ട് ആ സോൾജർ അവിടെ നിന്ന് പോവാണ്. സോൾജറിന് ഡൗട്ടൊന്നും അടിച്ചില്ല. എന്തായാലും അവിടെ ആ റിമോട്ട് അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. ഈ റിമോട്ട് വേണം അടിച്ചു മാറ്റിയിട്ട് ഹീറോയിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. എന്തായാലും റിമോട്ട് അടിച്ചു മാറ്റാൻ നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ബോസ് ലേഡി വരികയാണ്. ബോസ് ലേഡി വന്നതോടെ അവൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ബോസ് ലേഡി വന്ന് ആ റിമോട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഹീറോയിന്റെ കൂടെ ആരെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ്ടേ, കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ തന്നെ ഹീറോയിന്റെ കൂടെ നിർത്താനായിട്ട് ആ കണ്ടെയ്നറിനുള്ളിൽ കയറ്റി വിടുന്നുണ്ട്. ഇപ്പം അവൻ ആ കണ്ടെയ്നറിനകത്ത് ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഹീറോയിനും ഉണ്ട്. ബോസ്
ബോസ് ലേഡിക്ക് മനസ്സിലായില്ലായിരുന്നു അതായത് ഇതെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ബോസ് ലേഡി അവിടെ നിന്ന് പോകുമ്പോൾ ട്രക്കൊക്കെ എടുക്കാറായിട്ടുണ്ട്. ബോസ് ലേഡി ആ ട്രക്കിൽ കയറുന്നുണ്ട്. ഇത് കണ്ട ഡിറ്റക്റ്റീവിന് മനസ്സിലായി ആ പ്ലാൻ സക്സസ്ഫുൾ ആയില്ല, ആ മണ്ടനെ അവിടെ പിടിച്ചു വെച്ചേക്കാന്ന്. ഇത് കണ്ടതോടെ ഡിറ്റക്റ്റീവ് ഓടി വന്ന് കാറിൽ കയറുന്നുണ്ട് ആ ട്രക്കിന്റെ പിറകെ പോകാനായിട്ട്, ഹീറോയിന്റെ പിറകെ. എന്നാൽ ഇതേ നേരം ആ കാറിലോട്ട് ബഡ്ഡി കൂടെ വന്ന് കയറുകയാണ്. ബഡ്ഡി വന്ന് കയറിയപ്പോഴേ ഡിറ്റക്റ്റീവിന് പേടിയാവാണ്. അവനൊരു പാരസൈറ്റ് എന്നാണ് ഡിറ്റക്റ്റീവ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ പാരസൈറ്റ് അല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാരും കൂടെ ഹീറോയിനെ കൊണ്ടുപോകാനായിട്ട് ട്രക്കും കാറും എല്ലാം എടുത്ത് പോകുന്നുണ്ട്. ഇവര് പോയി ലാസ്റ്റ് ഒരു പാലത്തിൽ ചെല്ലുന്നുണ്ട്. ആ പാലത്തിൽ ചെല്ലുമ്പം ആ പാലം മൊത്തം ബ്ലോക്ക് ആണ് കേട്ടോ, വണ്ടികൾ കൊണ്ട്. അങ്ങനെ ഇതിനകത്തുള്ള കുറച്ച് സോൾജേഴ്സ് ഇറങ്ങി ചെന്ന് നോക്കുകയാണ് അവിടെ എന്താ നടക്കുന്നത്. നോക്കുമ്പോൾ 2 വണ്ടികൾ തട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് അവിടെ അനക്കമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പാരസൈറ്റ് ആണ്. സമയമൊന്നും കിട്ടിയില്ല, അതിനു മുമ്പ് തന്നെ ഈ പാരസൈറ്റ് സോൾജേഴ്സിനെ എല്ലാം ആക്രമിക്കുകയാണ്. ഒരു പാരസൈറ്റ് ഒന്നും അല്ല, കുറെ പാരസൈറ്റ് ഉണ്ട്. കുറെ പാരസൈറ്റ് വന്നിട്ട് ഇവരുടെ പ്ലാൻ അനുസരിച്ച് എല്ലാരെയും കൊല്ലുകയാണ്. കാരണം ഈ ഹണ്ടിങ് ഡോഗിനെ കൊല്ലാതിരുന്നാൽ, ഹണ്ടിങ് ഡോഗ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണ് കേട്ടോ. ആദ്യത്തെ ഹണ്ടിങ് ഡോഗിനെ കൊന്നിട്ടുണ്ട്, ഇപ്പൊ ഇത് 2ാമത്തെ ഹണ്ടിങ് ഡോഗ് ആണ്. ഇവളെ കൊല്ലാതെ വിടുവാണെങ്കിൽ ബാക്കിയുള്ള പാരസൈറ്റിനെ എല്ലാം കൊന്നു കളയും വന്ന് കണ്ടുപിടിച്ചിട്ട്. അതായത് ഹീറോയിനെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ബാക്കിയുള്ള പാരസൈറ്റിനെ. അതുകൊണ്ട് ബാക്കിയുള്ള പാരസൈറ്റിനെല്ലാം ഇതൊരു പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാവരും കൊല്ലാൻ വന്നിരിക്കുന്നത്. കുറെ അധികം പാരസൈറ്റ് വന്ന് ആക്രമിക്കുന്നുണ്ട്. എല്ലാ സോൾജേഴ്സിനും ഇറങ്ങി വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സോൾജേഴ്സും ഇറങ്ങി വർക്ക് ചെയ്യാണ്. ബോസ് ലേഡി ഉണ്ട്. ബോസ് ലേഡി ഡബിൾ ബാരലൊക്കെ ഇട്ട് ഓരോ പാരസൈറ്റിനും വെടിവെച്ച് ഇടുന്നുണ്ട്. എന്നാൽ എത്രയെന്നും പറഞ്ഞ് വെടിവെച്ച് ഇടാൻ പറ്റും? കുറെ ഉണ്ട് കേട്ടോ, കുറെ. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പം ഒരു പാരസൈറ്റ് പറന്നു വന്നിട്ട് ഹീറോയിൻ ഇരിക്കുന്ന ആ ട്രക്കിൽ വരികയാണ്. എന്നിട്ട് ആ ഡ്രൈവറിനെ ഗ്ലാസ് വഴി കുത്തി കൊല്ലുകയാണ്. ഇപ്പൊ ഈ ഡ്രൈവർ മരിച്ചോണ്ട് തന്നെ ഡ്രൈവറെ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചേക്കാണ്. ട്രക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ തൊട്ട് ഫ്രണ്ടിൽ കിടന്ന കാറൊക്കെ ഇടിച്ചു മറിച്ച് അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നുണ്ട്. ഈ നേരം കണ്ടെയ്നറിന്റെ ബാഗ് തുറക്കുന്നുണ്ട്. ഹീറോ പുറത്തിറങ്ങുമ്പോഴാണ് അവൻ കാണുന്നത് ബോസ് ലേഡി ഒരു പാരസൈറ്റ് അടിച്ച് ബോധം കെടുത്തി ഒരു സൈഡിൽ ഇട്ടേക്കാണ്. പെട്ടെന്ന് തന്നെ ആ റിമോട്ട് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ബോസ് ലേഡിക്ക് ബോധം വന്നിട്ട് ബോസ് ലേഡി വന്ന് ഹീറോനെ പിടിക്കുന്നുണ്ട്. ആരടാ നീ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇവര് തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ് അവിടെ വന്നിട്ട്. ബോസ് ലേഡിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങോട്ട് കുറെ പാരസൈറ്റ് വന്നിട്ട് ബോസ് ലേഡി ആയിട്ട് വീണ്ടും ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. ഈ നേരം മുതലെടുത്ത് ഹീറോ അകത്ത് കയറുന്നുണ്ട്. എങ്ങനെയൊക്കെ അവളുടെ കെട്ടൊക്കെ അഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കിട്ടുന്നുണ്ട്, കുറച്ചധികം സമയം കിട്ടുന്നുണ്ട്. അവന് ഏതൊക്കെ സ്വിച്ച് നിൽക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഒരു പാരസൈറ്റ് വന്ന് ട്രക്കിന്റെ സൈഡൊക്കെ വലിച്ചിളക്കി കളയുന്നുണ്ട് ഹീറോയിനെ കൊല്ലാനായിട്ട്. എന്നാൽ അവ എങ്ങനെയൊക്കെയോ റിമോട്ട് ഞെക്കി ഹീറോയിനെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, ഒരു പോറൽ പോലും ഏക്കാതെ. എന്നിട്ട് അപ്പുറത്തെ റോഡിൽ കയറുമ്പോൾ ഒരു കാർ അതുവഴി വരുന്നുണ്ട്. എന്നിട്ട് ആ കാറിലുള്ള ആളോട് പറയാണ് ഞാൻ പോലീസാണ്, പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി കാർ ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ഡി കാണുന്നുണ്ട്. ബഡ്ഡി അവര് പോണ കാറിനെ നോക്കി വെടിവെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ട വേറെ പാരസൈറ്റിനൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ബഡ്ഡി പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് പാരസൈറ്റിന്റെ തന്നെ. അതുകൊണ്ട് പാരസൈറ്റിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാലും വെടിയൊന്നും കൊള്ളുന്നില്ല. എന്തായാലും അവരെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ബഡ്ഡി പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവിനോട് പറയാണ് കാർ ഇട്, നമുക്ക് പെട്ടെന്ന് പോവാന്ന്. അങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് ഡിറ്റക്റ്റീവും ബഡ്ഡിയും പിറകെ ചെല്ലുകയാണ്. ഏതോ ഒരു പവർ പ്ലാന്റിന്റെ കീഴിൽ കൂടെയൊക്കെയാ പോകുന്നത് കേട്ടോ. എന്തോ ഒരു സ്ഥലത്തിൽ കൂടെ പോകണം. അവരുടെ പിറകെ പെട്ടെന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഈ ബഡ്ഡി, അതായത് ബഡ്ഡിയാണ് കാർ ഓട്ടിക്കുന്നത്, ഒരു സൈഡിലോട്ട് കാർ വെട്ടിച്ച് മാറ്റി അങ്ങോട്ട് പോവുകയാണ്. ഡിറ്റക്റ്റീവിന് മനസ്സിലാവുന്നില്ല അവൻ എന്തായി ചെയ്യുന്നതെന്ന്. ചോദിക്കുകയാണ് അവനോട് നീ എന്തായി ചെയ്യുന്നത്, നീ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ. എന്നാൽ ഇവൻ മറുപടി ഒന്നും പറയാതെ കാർ ഒരിടത്ത് കൊണ്ടുവന്ന് ഒതുക്കുകയാണ്. ഒതുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബഡ്ഡി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് പാരസൈറ്റിന്റെ കീഴിലാണ്. ഈ നേരം ഹീറോയിനും കാറിൽ പോവല്ലായിരുന്നോ. ഹീറോയിന്റെ തലയിൽ കീ എന്ന് പറഞ്ഞ് ശബ്ദം അടിക്കുന്നുണ്ട്. ഹീറോയിന് മനസ്സിലായി അതായത് ഡിറ്റക്റ്റീവിനെ കൊണ്ടുവന്നിരിക്കുന്നത് പാരസൈറ്റിന്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇത് കണ്ടോണ്ട് ഹീറോയ്ക്ക് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഹീറോയിൻ ഓടി ചെല്ലുകയാണ് ഡിറ്റക്റ്റീവിന്റെ അടുത്തോട്ട്. പക്ഷെ കുറെ ദൂരം ഉണ്ട് കേട്ടോ, കുറെ ഓടണം, എന്നാലേ ഡിറ്റക്റ്റീവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഡിറ്റക്റ്റീവിനെയും ബഡ്ഡിനെയും കാണിക്കുമ്പോൾ ബഡ്ഡി ഓരോ കാര്യങ്ങൾ പറയാണ്. നമ്മൾ എത്ര നാളായിട്ട് പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ നാറികൾ നമുക്ക് എന്തുമാത്രം പൈസയാണ് തന്നിട്ടുള്ളത്, കുറച്ചെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ കുട്ടിയുടെ ട്യൂഷൻ ഫീസ് പോലും നോക്കാൻ പറ്റുന്നില്ല, അവരുടെ സ്കൂൾ ഫീസ് നോക്കാൻ പറ്റുന്നില്ല, ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മൾ കുറ്റവാളികളെ പിടിക്കാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ ഗവൺമെന്റ് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവ് പറ്റിയ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കൂ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്റെ വീട്ടിന്റെ വാതിലിന്റെ മുമ്പിൽ തന്നെ വന്ന് കൊട്ടി. അത് ഞാൻ തുറന്നു കൊടുത്തു. ഇപ്പൊ ഞാൻ പാരസൈറ്റിന്റെ കൂടെ നിൽക്കുന്നത്, നീയും കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഹീറോനെ വശത്താക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഇതിലൊന്നും വീഴുന്ന ആളല്ല. അയാൾ നല്ലൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇത് എതിർക്കാണ്. ഈ നേരം സൈഡിൽ കൂടെ പാസ്റ്റർ അങ്ങോട്ട് നടന്നു വരികയാണ്. പാസ്റ്റർ വന്ന ഉടനെ ഹീറോ തോക്കെടുത്ത് പാസ്റ്ററിനെ ഷൂട്ട് ചെയ്യാണ്. പാസ്റ്റർ അവിടെ മരിച്ചു വീഴാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പാസ്റ്ററിന്റെ തലയാണെങ്കിൽ ഇളകി മാറുകയാണ്. പെട്ടെന്ന് പാരസൈറ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ എന്താ പറയാ ഡിറ്റക്റ്റീവിന്റെ തല വെട്ടി മാറ്റുകയാണ്. അതായത് ഡിറ്റക്റ്റീവിന്റെ മരണം ഇവിടെ ആയി കേട്ടോ. എന്നിട്ട് ഡിറ്റക്റ്റീവിന്റെ തലയുടെ ഭാഗത്ത് ഈ പാരസൈറ്റ് കയറിയിരിക്കുകയാണ്. ഡിറ്റക്റ്റീവിന്റെ ഒറിജിനൽ തല ദൂരോട്ട് തെറിച്ചു വീണപ്പം ഈ പാരസൈറ്റ് അവിടെ കയറിയിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ ഡിറ്റക്റ്റീവിന്റെ ബോഡിയിൽ ആ പാരസൈറ്റ് ആണുള്ളത്. ഇതും കണ്ടുകൊണ്ട് ഹീറോയിൻ അങ്ങോട്ട് ഓടി വരികയാണ്. ഹീറോയിന് രക്ഷിക്കാൻ പറ്റിയില്ല. ആ വിഷമത്തിൽ പെട്ടെന്ന് തന്നെ ഹൈഡി പുറത്ത് വരികയാണ്. ഹൈഡി വന്നിട്ട് മറ്റേ ആ പാരസൈറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതായത് ഇപ്പം ഡിറ്റക്റ്റീവിന്റെ ദേഹത്തുള്ള ആ പാരസൈറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് രണ്ടുപേർക്കും ജയിക്കാൻ പറ്റുന്നില്ല.
രണ്ട് തുല്യരാണ് കേട്ടോ, പാസ്റ്ററും ഹൈഡി ആയിട്ട്. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവിന്റെ ശരീരം ആദ്യമായിട്ട് കിട്ടിയോണ്ടെന്നല്ല, ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നേരെ ചോദിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്ററിനെ. എന്തായാലും ഇതേ നേരം മറ്റേ ബഡ്ഡി തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കുന്നുണ്ട് ഹൈഡീനെയും ഹീറോയിനെയും. എന്നാൽ അത് നടക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കാറുമായിട്ട് ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ അടി കൂടുന്ന അടുത്തോട്ട് കൊണ്ട് ഇടിക്കുകയാണ്. എന്നാൽ ആരുടെ ദേഹത്തും തട്ടുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ പോയ ഉടനെ പാസ്റ്ററും ബഡ്ഡിയും വന്ന് സംസാരിക്കുകയാണ്. പാസ്റ്റർ പറയുന്നുണ്ട് ഈ പോലീസുകാരന്റെ ശരീരം ഭയങ്കര വീക്കാണ്, നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയാലേ ഇനി നന്നായിട്ട് വർക്കാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ബഡ്ഡി ഉണ്ടല്ലോ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ കൂടെ നിന്നിട്ട് ചതിച്ച് അവനെ കൊന്നു കളഞ്ഞു. നാറിയാണ് അവൻ, പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവൻ. പിന്നെ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ട് കേട്ടോ, ആ കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഈ പൈസയൊക്കെ വാങ്ങിച്ചത്. അതിനൊരു ട്യൂഷൻ പോലും അഫോർഡ് ചെയ്യാൻ ഇങ്ങനെ കൊണ്ട് പറ്റുന്നില്ല. എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്ത് ചെയ്യുമോ? നമ്മുടെ നാട്ടിലെ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ചെയ്യും? അവർക്കൊക്കെ നല്ല സ്ട്രെസ്സാണ് ഈ ജോലി ചെയ്തിട്ട്. എന്തോ അവരൊക്കെ അണ്ടർ പെയ്ഡ് ആണ്, അതുപോലെ തന്നെ നല്ല സ്ട്രെയിനും ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു ഈ പോലീസുകാരുടെ സ്ട്രെസ്സിനെ പറ്റിയിട്ടും അവർക്ക് അവധി കിട്ടാത്തതിനെ പറ്റിയിട്ടൊക്കെ. അവരും മനുഷ്യരാണ്, നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ് കേട്ടോ. പുറം നാട്ടിലൊക്കെ പോലീസിന് 2 ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് യൂണിഫോം ധരിക്കാത്തതും പിന്നെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, യൂണിഫോം ധരിക്കുന്ന ആൾക്കാർ മാത്രം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിന് ശേഷം ബോസ് ലേഡീനെ കാണിക്കുകയാണ്. ബോസ് ലേഡിക്ക് ആകെ ദേഷ്യമായി കേട്ടോ, അവിടെ നിൽക്കുകയാണ് ഇങ്ങനെ ട്രക്കിൽ. കാരണം 100 ഡോഗ് രക്ഷപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ബാക്കിയുള്ള പാരസൈറ്റിനെ പിടിക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പം ഹീറോയിനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ ദേഹത്ത് ഹൈഡിയാണ് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഹൈഡിക്ക് അറിയാം ഹീറോയിന് നല്ല വിഷമമായിട്ടുണ്ടെന്ന്, കാരണം അച്ഛനെ പോലെ കണ്ട ഒരാളാണ് മരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈഡിയാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത്. ഹീറോയിന് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് റിക്കവർ ആയി വരാനായിട്ട്. ഈ നേരം ബഡ്ഡിയും മറ്റേ പാസ്റ്ററും, അതായത് ഡിറ്റക്റ്റീവിന്റെ ദേഹത്താണ് പാസ്റ്റർ ഉള്ളത്, അവര് ഒരു ചാക്കിനകത്ത് ഡിറ്റക്റ്റീവിന്റെ തല എടുത്തിടുന്നുണ്ട്. വെട്ടിക്കളഞ്ഞ ആ തലയില്ലേ, ഇനി ഈ തലയെ തപ്പി പോലീസുകാർ വന്നാലോ, അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഡൗട്ട് അടിക്കില്ലേ, അതെടുത്ത് മാറ്റുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, ബൈ.